റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിന് എഴുന്നേറ്റാ ദുആർക്കാൻ പഠിപ്പിച്ചത്. എന്താ ദുആ? അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വമീകായീല വഇസ്റാഫീല ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമുൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ ഇഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. പ്രാർത്ഥന പറയുന്ന എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്? നമുക്ക് പറ്റിയ പ്രശ്നം അവിടെയാണ് കൂട്ടരെ. നമ്മൾ അല്ലാഹുവിനോട് പറയാറില്ല, ചോദിക്കാറില്ല. നമുക്ക് തഖ്വ ഇല്ല. ജീവിതത്തിന്റെ പല രംഗങ്ങളിലും തഖ്വ ഉണ്ടായിരുന്നെങ്കിൽ വ്യക്തമായ മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നേനെ. നമ്മുടെ ഇടയിൽ വ്യക്തമായ ഒത്തുതീർപ്പും രഞ്ജിപ്പും അല്ലാഹു ഉണ്ടാക്കിയ. എന്താ ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്നറിയോ? അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വമീകായീല വഇസ്റാഫീൽ, ഇസ്റാഫീലിന്റെയും ജിബ്രീലിന്റെയും മീകായിലിന്റെയും രക്ഷിതാവായ അല്ലാഹുവേ, ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവേ, ആലിമുൽ ഗൈബി വശഹാദ, രഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെ അറിയുന്നവനെ, അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അല്ലാഹുവേ നീയാണ് നിന്റെ അടിമകൾക്കിടയിൽ ഭിന്നിപ്പുള്ള കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. ഇഹ്ദിനി ലിമാ ഇഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക, നിന്റെ തീർപ്പ് പ്രകാരം സത്യമേതാണോ അതിലേക്ക് നീ എന്നെ നയിക്കണമേ. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, നീ ഉദ്ദേശിക്കുന്നവരെ ചൊവ്വായ പാതയിലേക്ക് നീ നയിക്കുന്നു റബ്ബേ എന്ന ദുആ. ഈ ദുആ ചൊല്ലണമെങ്കിൽ രാവിലെ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ കഴിയണം. തഹജ്ജുദിന് എഴുന്നേൽക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവണം.